ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബോംബാക്രമണം. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായി AFP മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തു. US ആണ് ബോംബാക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. CBS ന്യൂസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വെനസ്വേലയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്താൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന്റെയും മഡൂറോ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെയും ഭാഗമായിട്ടാണ് നടപടിയെന്ന് US ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആക്രമണങ്ങളിൽ ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ രാജ്യം വിടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളായിട്ടാണ് ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരക്കാസിന് കിഴക്കൻ മേഖലയിലെ ഹിഗ്രറ്റ് വിമാനത്താവളം അടക്കമുള്ള കേന്ദ്രങ്ങളിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. പുലർച്ചെ 1:50ഓടെയാണ് ആദ്യത്തെ സ്ഫോടന ശബ്ദം കേട്ടതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങൾ താമസിച്ചിരുന്ന മുറിയുടെ ജനലുകളടക്കം കുലുങ്ങിയതായും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായും CNN റിപ്പോർട്ടർ ഓസ്മാരി ഹെർണാണ്ടസ് വിശദീകരിച്ചു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ വിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും ഓറഞ്ച് നിറത്തിലുള്ള തീജ്വാലകൾ ദൃശ്യമാകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലാ ഗുയറ പ്രവിശ്യയിൽ സമാനമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെനസ്വേലയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ ഒക്ടോബറിൽ CIAയോട് വെനസ്വേലയ്ക്കുള്ളിൽ കടന്ന ആക്രമണങ്ങൾ നടത്താൻ ട്രംപ് നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൗസോ പെന്റഗണോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും സിവിലിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും വെനസ്വേലൻ സർക്കാർ ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്ന് വെനസ്വേല ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി US വെനസ്വേല ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വെനസ്വേലൻ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന പേരിൽ അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയിരുന്നു. അതേസമയം വെനസ്വേലയിലെ വലിയ എണ്ണശേഖരം സ്വന്തമാക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നാണ് മഡൂറോ ആരോപിക്കുന്നത്. മഡൂറോയെ സമ്മർദ്ദത്തിലാക്കാൻ വെനസ്വേലൻ ജലാശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ എല്ലാ കപ്പലുകളെയും ഉപരോധിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വൈറ്റ് ഹൗസ് ആക്രമണങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മേഖലയിൽ US യുദ്ധ കപ്പലുകളുടെയും വിമാനവാഹിനികളുടെയും സാന്നിധ്യം വർദ്ധിപ്പിച്ചത് യുദ്ധസമാനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.